ദൈവവചനത്തിൽ സക്കറിയാവിൻ്റെ പ്രവചനത്തിൽ 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് സെരുബാബേലിൻ്റെ മുൻപിലുള്ള മഹാപർവ്വതത്തെക്കുറിച്ച് അവിടെ പറയുന്നു. സെരുബാബേൽ എന്ന ദേവാലയത്തിൻ്റെ പണിക്ക് വേണ്ടി ഇറങ്ങിയ വ്യക്തിയുടെ നേരെ ഒരു വലിയ പ്രശ്നം നിൽക്കുന്നു. എന്നാൽ ദൈവവചനത്തിൽ പറയുന്ന വാക്ക്, സെരുബാബേലിൻ്റെ മുൻപിലുള്ള മഹാപർവ്വതമേ നീ ആര് വചനം ചോദിക്കുകയാണ്. ഞാൻ തിരഞ്ഞെടുത്ത, എൻ്റെ പദ്ധതിക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്ത സെരുബാബേലിൻ്റെ മുൻപിൽ നിൽക്കാൻ ഒരു മഹാപർവ്വതത്തെയും ഞാൻ അനുവദിക്കില്ല. നീ സമഭൂമി ആകും. ദൈവവചനം പറയുകയാണ്, സെരുബാബേലിൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയില്ല. അവൻ വരുന്നത് സൈന്യബലമല്ല, അവൻ്റെ ശക്തി കൊണ്ടുമല്ല, ദൈവത്തിൻ്റെ ആത്മാവിലാണ്. ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് ദൈവഹിതം ചെയ്യാൻ മുന്നോട്ട് ചുവട് വെക്കുന്നവരുടെ നേരെ വരുന്ന എല്ലാ മഹാപർവ്വതങ്ങളും സമഭൂമിയാകും. ആത്മാവിൽ നിറഞ്ഞ് കർത്താവിനെ സേവിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന വലിയ പർവ്വത സമാനമായ വിഷയമില്ലേ, അത് സമഭൂമിയാകുമെന്ന് ഞാൻ ഈ പറയുന്നത്. വിശ്വസിക്കുക. അത് എത്ര വലിയ വിഷയമാണെങ്കിലും തീരും. അതിൻ്റെ മുകളിൽ നിങ്ങൾ കയറും. കർത്താവ് അതിനുള്ള കൃപ തരും. ധൈര്യപ്പെടുക. കർത്താവിൽ നമുക്ക് ശക്തിപ്പെടാം. കൃപ എന്ന ആർപ്പോടെ അവൻ ആ പർവ്വതത്തെ മറിച്ചിട്ടിട്ട് ആണിക്കല്ല് കയറ്റും. അതായത് ആണിക്കല്ല് കയറ്റുക എന്ന് പറഞ്ഞാൽ ഈ പർവ്വതം മറിച്ചിട്ട് അതിനകത്തുനിന്ന് കല്ലുകൾ വെട്ടിയെടുത്ത് അവൻ അതിൽ നിന്നൊരു ആലയം പണിയുമെന്ന്. നിന്റെ മുൻപിലുള്ള പ്രശ്നം എന്താണോ ആ പ്രശ്നത്തിൽ നിന്ന് നീ വലിയൊരു പണിയും. ആ പ്രശ്നത്തെ നീ ഗുണമാക്കി തീർക്കും. ആ പ്രശ്നത്തെ ദൈവത്തിൻ്റെ മഹത്വമാക്കി മാറ്റും. തടസ്സത്തെ അനുഗ്രഹമാക്കി മാറ്റും. ഒരിക്കലൊരു പള്ളിയുടെ മുമ്പിൽ ഒരു വലിയ പാറ നിന്നിരുന്നു. ആ പാറ ആർക്കും തന്നെ അവിടുന്ന് പൊളിച്ചു മാറ്റാൻ കഴിഞ്ഞില്ല. ആ പള്ളിയിലെ അച്ഛനും കമ്മിറ്റിക്കാരും മലമ്പ്രദേശത്തുള്ള ആ വലിയ പാറ മാറ്റാൻ പലരോടും പറഞ്ഞു. ആർക്കും അതിനെ മാറ്റാൻ കഴിഞ്ഞില്ല. വികൃതമായ വലിയ പാറ, പള്ളി മറഞ്ഞു പോകും. പള്ളി കാണാൻ പറ്റില്ല, അതുപോലത്തെ ഒരു പാറയാണ്. എന്നാൽ ഒരു കല്ലുകൊത്തുകാരൻ ആ വഴി പോയി. കല്ലുകൊത്താനുണ്ടോ? പണ്ടൊക്കെ നമ്മുടെയൊക്കെ നാട്ടിലൂടെ അമ്മിക്കല്ല് കൊത്താനുണ്ട്. ഇപ്പോൾ എല്ലാ വീട്ടിലും മിക്സിയായി. അമ്മിക്കല്ല് കൊത്താനുണ്ടോ? ശില്പികൾ പോകും. അവർ കല്ലൊക്കെ റെഡിയാക്കി തരും. ആട്ടുകല്ല്, അരകല്ല്, ഒരകല്ലൊക്കെ ശരിയാക്കുന്നത് അവരാണ്. കൊത്തിത്തരും. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരാൾ പോയപ്പോൾ പള്ളിയിലെ അച്ഛൻ പറഞ്ഞു, ഈ പാറ മാറ്റാൻ പലരോടും പറഞ്ഞു, സർക്കാരിനോട് പറഞ്ഞു, ആർക്കും വേണ്ട ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ പള്ളി മറഞ്ഞു നിൽക്കുകയാണ്. പള്ളി ഇത്രയും നല്ല പള്ളി ആരും കാണുന്നില്ല. നിനക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അദ്ദേഹം ഈ പാറയെ സൂക്ഷിച്ചു നോക്കി, അടിമുടി നോക്കിയിട്ട് പറഞ്ഞു, എനിക്കൊരു 6 മാസം തന്നാൽ, എനിക്ക് ഇത്ര രൂപ തന്നാൽ 6 മാസം കൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. അച്ഛനും കമ്മിറ്റിയെ സമ്മതിച്ചു, ചെയ്യാം. അങ്ങനെ ചുറ്റും ഓല കൊണ്ട് മറച്ച് ആരും കാണാത്ത രീതിയിൽ പാറയെ മറച്ചു. അതിൻ്റെ ഉള്ളിൽ 6 മാസം ശില്പിയിരുന്നു. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉളിയുടെയും ചുറ്റിയുടെയും സ്വരം കേൾക്കാം. ടിക് 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 ടിക്. ഈ പാറയിൽ നിന്ന് കുറെ ചീളുകളെല്ലാം താഴോട്ട് വീണ് ഉരുണ്ടു പോകുന്നതല്ലാതെ വേറൊന്നും ആർക്കും അറിയില്ല. ആരും ശ്രദ്ധിച്ചില്ല. കാരണം ആർക്കും കാണാൻ ഇഷ്ടമല്ല. 6 മാസം കഴിഞ്ഞ് അവധിയുടെ സമയം കഴിഞ്ഞപ്പോൾ കമ്മിറ്റി, അച്ഛൻ, നാട്ടുകാരുടെയൊക്കെ മുൻപിൽ ഇദ്ദേഹം ഈ ഓല മറ പൊളിക്കാൻ പറഞ്ഞു. ഇവരത് പൊളിച്ചപ്പോൾ ഇവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ പാറയുടെ സ്ഥാനത്ത് വീണ വായിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മാലാഖ നിൽക്കുന്നു പള്ളിയുടെ മുമ്പിൽ. നാട്ടുകാർ മുഴുവൻ അതിശയിച്ചത് കാണാൻ ദേശക്കാരെല്ലാം ഓടി വരികയാണ്. അച്ഛനും കമ്മിറ്റിയും ചോദിച്ചത്, എങ്ങനെ ചെയ്തു നീ? ഈ ശിലക്കകത്ത് എങ്ങനെ
മാലാഖയെ നീ ഉണ്ടാക്കി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെല്ലാവരും കണ്ടത് അത് ഒരു പാറയല്ലേ, നിങ്ങളെല്ലാവരും കണ്ടത് ഒരു മോശമായ പാറ. ഞാനത് നോക്കിയപ്പോൾ അതിനകത്ത് വീണ വായിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മാലാഖയെ ഞാൻ കണ്ടു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? മാലാഖയല്ലാത്തതെല്ലാം ചെത്തിക്കളഞ്ഞു. അത് മാലാഖ പുറത്തു വന്നു. ഇതുപോലെയാണ് ക്രിസ്തീയ ജീവിതം. കർത്താവിൻ്റെ കയ്യിലോട്ട് നമ്മളെ കിട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാലാഖയല്ലാത്തതെല്ലാം ചെത്തിക്കളയും. അശുദ്ധി, അഴുക്ക്, ലോകം, പാപം, ജഡം എല്ലാം വചനത്താൽ ചെത്തിക്കളയും. നമ്മുടെ അകത്തുനിന്ന് ഒരു ദൈവപുരുഷൻ, അത്ഭുത മനുഷ്യർ പുറത്തു വരും. ഇത് കർത്താവിന് മാത്രമേ കഴിയൂ. അവൻ നമ്മെ ചെത്തി വെടിപ്പാക്കും. അവൻ നമ്മെ പണിതെടുക്കും. തക്ക സമയത്ത് ഉയർത്തുന്നവന്റെ കൈക്കീഴെ ഇരുന്നു കൊടുത്താൽ ഈ പറഞ്ഞ ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെടും. പത്രോസിനെ കണ്ടപ്പോൾ, ശീമോനെ കണ്ടപ്പോൾ, നീ ബെറയോന ശീമോനാണ്, നീ പത്രോസ് ആകും. യേശു അവനിൽ കണ്ടത് ശീമോനെ അല്ല. നാട്ടുകാർ മുഴുവൻ കണ്ടത് കള്ളുകുടിയനായ ഒരു ശീമോൻ, പാപിയായ ഒരു ശീമോൻ. യേശു കണ്ടത് അപ്പോസ്തലനായ ഒരു പത്രോസ്. എല്ലാവരും ശൗലിനെ കാണുമ്പോൾ ഒരു ദുഷ്ടനായ മനുഷ്യൻ, പരീശൻ. യേശുവിനെ കണ്ടത് അപ്പോസ്തലനായ പൗലോസ്. ആരംഭത്തിൽ തന്നെ അവസാനം കാണുന്ന കർത്താവിൽ നമുക്ക് ഏൽപ്പിക്കാം. ഇന്നത്തെ ആരാധനയിൽ യേശുവിൻ്റെ മഹത്വത്തിലേക്ക് നമുക്ക് ഈ ആരാധനയിലൂടെ പ്രവേശിക്കാം. ഒരുമിച്ച് ആരാധിക്കാം. എൻ്റെ എല്ലാമെല്ലാമായ അപ്പാ ഉണ്ടെനിക്ക്, സ്വർഗീയ താതൻ, എന്നെ നന്നായി അറിയുന്ന അപ്പാ ഉണ്ടെനിക്ക്, വാത്സല്യ താതൻ, അമ്മയെ പോലെ എന്നെ മാറോട് ചേർക്കുന്ന പൊന്നേശു താതൻ, അൻപേറും കൈകളാൽ കണ്ണീർ തുടയ്ക്കുന്ന കാരുണ്യ താതൻ. യേശു അപ്പാ ഉള്ള വീട്ടിൽ സന്തോഷമുണ്ട്, ആനന്ദത്തിൻ പരിപൂർണതയുണ്ട്. യേശു അപ്പാ ഉള്ള വീട്ടിൽ സന്തോഷമുണ്ട്, ആനന്ദത്തിൻ പരിപൂർണതയുണ്ട്. ആത്മാവിൽ ഉയരുന്ന ആരാധന ഉണ്ട്, ആശ്വാസഗീതമുണ്ട്. ആത്മാവിൽ ഉയരുന്ന ആരാധന ഉണ്ട്, ആശ്വാസഗീതമുണ്ട്. എന്നും ഉല്ലാസഘോഷമുണ്ട്. എന്റെ എല്ലാമെല്ലാമായ അപ്പാ ഉണ്ടെനിക്ക്, സ്വർഗീയ താതൻ, എന്നെ നന്നായി അറിയുന്ന അപ്പാ ഉണ്ടെനിക്ക്, വാത്സല്യ താതൻ, അമ്മയെ പോലെ എന്നെ മാറോട് ചേർക്കുന്ന പൊന്നേശു താതൻ, അൻപേറും കൈകളാൽ കണ്ണീർ തുടയ്ക്കുന്ന കാരുണ്യ താതൻ. യേശു അപ്പാ ഉള്ള വീട്ടിൽ സന്തോഷമുണ്ട്, ആനന്ദത്തിൻ പരിപൂർണതയുണ്ട്. യേശു അപ്പാ ഉള്ള വീട്ടിൽ സന്തോഷമുണ്ട്, ആനന്ദത്തിൻ പരിപൂർണതയുണ്ട്. ആത്മാവിൽ ഉയരുന്ന ആരാധന ഉണ്ട്, ആശ്വാസഗീതമുണ്ട്. ആത്മാവിൽ ഉയരുന്ന ആരാധന ഉണ്ട്, ആശ്വാസഗീതമുണ്ട്. എന്നും ഉല്ലാസഘോഷമുണ്ട്. 800 കോടി ജനം ഉലകിലുണ്ട്, അതിലേറെ ദൂതഗണം ഉയരെയുണ്ട്. 800 കോടി ജനം ഉലകിലുണ്ട്, അതിലേറെ ദൂതഗണം ഉയരെയുണ്ട്. എന്നാലും വേഴനാൻ വിതുമ്പുന്ന നേരത്ത് കാതോർത്ത് കേൾക്കുന്നോനെ, അപ്പാന്ന് കരയുമ്പോൾ അൻപോടെ ഓടിവം മോനേന്ന് വിളിക്കുന്നോനെ, എന്നെ മോനേന്ന് വിളിക്കുന്നോനെ. യേശു അപ്പാ ഉള്ള വീട്ടിൽ സന്തോഷമുണ്ട്, ആനന്ദത്തിൻ പരിപൂർണതയുണ്ട്.
യേശു അപ്പാ ഉള്ള വീട്ടിൽ സന്തോഷമുണ്ട്, ആനന്ദത്തിൻ പരിപൂർണതയുണ്ട്. ആത്മാവിൽ ഉയരുന്ന ആരാധന ഉണ്ട്, ആശ്വാസഗീതമുണ്ട്. ആത്മാവിൽ ഉയരുന്ന ആരാധന ഉണ്ട്, ആശ്വാസഗീതമുണ്ട്. എന്നും ഉല്ലാസഘോഷമുണ്ട്. പുത്രന്റെ ആത്മാവെ തന്നതിനാൽ ഭയപ്പെടുവാനിനി അടിമയല്ല. പുത്രന്റെ ആത്മാവെ തന്നതിനാൽ ഭയപ്പെടുവാനിനി അടിമയല്ല. അവകാശിയായ എന്നെ തീർത്തവൻ കൃപയെ വന്ദിച്ചു തീരുകില്ല. ഈ സ്വർഗീയ ബന്ധം സൗഭാഗ്യമേ, എനിക്കെന്നും അഭിമാനമേ, എനിക്കെന്നും അപ്പാ മതിയാ. യേശു അപ്പാ ഉള്ള വീട്ടിൽ സന്തോഷമുണ്ട്, ആനന്ദത്തിൻ പരിപൂർണതയുണ്ട്. യേശു അപ്പാ ഉള്ള വീട്ടിൽ സന്തോഷമുണ്ട്, ആനന്ദത്തിൻ പരിപൂർണതയുണ്ട്. ആത്മാവിൽ ഉയരുന്ന ആരാധന ഉണ്ട്, ആശ്വാസഗീതമുണ്ട്. ആത്മാവിൽ ഉയരുന്ന ആരാധന ഉണ്ട്, ആശ്വാസഗീതമുണ്ട്. എന്നും ഉല്ലാസഘോഷമുണ്ട്. യേശു അപ്പാ ഉള്ള വീട്ടിൽ സന്തോഷമുണ്ട്, ആനന്ദത്തിൻ പരിപൂർണതയുണ്ട്. യേശു അപ്പാ ഉള്ള വീട്ടിൽ സന്തോഷമുണ്ട്, ആനന്ദത്തിൻ പരിപൂർണതയുണ്ട്. ആത്മാവിൽ ഉയരുന്ന ആരാധന ഉണ്ട്, ആശ്വാസഗീതമുണ്ട്. ആത്മാവിൽ ഉയരുന്ന ആരാധന ഉണ്ട്, ആശ്വാസഗീതമുണ്ട്. ആത്മാവിൽ ഉയരുന്ന ആരാധന ഉണ്ട്, ആശ്വാസഗീതമുണ്ട്. എന്നും ഉല്ലാസഘോഷമുണ്ട്. അപ്പോൾ യോഹന്നാൻ കണ്ട ഒരു കാഴ്ച, എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു. പുറകെ വന്നതാണ്, മുൻപിലായി തീർന്നു. യേശുവിൻ്റെ പ്രത്യേകത, യേശു എല്ലാറ്റിലും മുൻപനായി മാറി. ബൈബിളിൽ മറ്റൊരു വാക്യമുണ്ട്, വീട് പണിയുന്നവർ ശില്പികൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അത് ഒന്നാമത് എടുത്തില്ല, രണ്ടാമത് എടുത്തില്ല, ഏറ്റവും ഒടുവിലാണ് ആ കല്ല് എടുക്കേണ്ടതായിട്ട് വന്നത്. എന്നാൽ അത് ഒന്നാമതായി തീർന്നു. എന്നാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? അത് നമ്മുടെ നാട്ടിലെ രീതിയിൽ മൂലക്കല്ലിനെ ചിന്തിക്കരുത്. മൂലക്കല്ലെന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ വീടുകൾ പണിയുമ്പോൾ തറയ്ക്ക് താഴെ ഇടുന്ന കല്ലുണ്ടല്ലോ, ആദ്യത്തെ ഒരു കല്ല്, അത് മൂലക്കല്ലെന്ന് പറയും. ആ കല്ലല്ല. ഈ പാലസ്തീൻ നാടുകളിൽ വീടുകൾ പണിയുമ്പോൾ ഏറ്റവും മുകളിൽ കല്ല് വെച്ച് ഇങ്ങനെ പണിയുമ്പോൾ ഏറ്റവും മുകളിൽ എത്തുമ്പോൾ ഏറ്റവും മുകളിൽ വരുന്നൊരു കല്ലുണ്ട്. 4 വശത്തുനിന്നും ഒരുമിച്ച് കയറിയിട്ട് ഏറ്റവും മുകളിൽ വരുന്ന കല്ല്. ഇടയ്ക്കിടയ്ക്ക് പണിക്കാരെടുക്കുമ്പോൾ ഇത് തള്ളിക്കളഞ്ഞ കല്ലാണ്. അതിൽ ഏറ്റവും ഒടുവിൽ ഏറ്റവും മുകളിൽ വെക്കാൻ ആ കല്ലിനെ തന്നെ എടുക്കേണ്ടി വന്നു. ആ കല്ല് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂലക്കല്ലായി മാറി. ആരംഭത്തിൽ എടുത്തില്ലെങ്കിലും ഏറ്റവും ഒടുവിലാണ് എടുത്തതെങ്കിലും നമ്പർ 1 കല്ലായിട്ട് ആ കല്ല് മാറി. ഇതുപോലെ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി 1ാം സ്ഥാനത്തേക്ക് വന്നു. ഏറ്റവും ഒടുവിൽ ആണ് അതിനെ സെലക്ട് ചെയ്തത്. ഇതുപോലെ യേശു ഏറ്റവും പുറകിലെത്തിയാലും യേശു നമ്പർ 1 തന്നെയാണ്. ഇവിടെ നമ്മൾ കണ്ടതും അത് തന്നെയാണ്. എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു.
യേശുവിനോട് ജനങ്ങൾ ചോദിച്ചു, നിനക്ക് 50 വയസ്സില്ലല്ലോ, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? യേശു പറഞ്ഞു, അബ്രഹാം ജനിക്കും മുമ്പേ ഞാനുണ്ടായിരുന്നു. യേശു പറഞ്ഞത് സത്യമായിരുന്നു. എന്നാൽ ജനങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവർ കല്ലെടുത്തു. പരീശന്മാരെല്ലാം കല്ലെടുത്തു. കാരണം യഹൂദന്മാർക്ക് അവരുടെ അബ്രഹാമിനെ അവർക്കറിയാം, എന്നാൽ യേശുവിന് 30 വയസ്സ് പോലും ഇല്ല. 30 വയസ്സ്. ഒരു 30 വയസ്സുകാരൻ പറയാണ്, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ടെന്ന്. അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവരവനെ കൈക്കൊള്ളേണ്ടതുപോലെ കൈക്കൊണ്ടില്ല. എന്നാൽ അവനെ കൈക്കൊണ്ടവർ എല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. യേശുവിനെ തിരിച്ചറിഞ്ഞവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. ശിമിയോൻ ദേവാലയത്തിൽ വന്ന് 8-ാം ദിവസം യേശു കുഞ്ഞിനെ കയ്യിലേന്തി, നാഥാ, തിരുവെഴുത്ത് പോലെ എന്നെ പറഞ്ഞയച്ചാലും നിന്റെ രക്ഷ എൻ്റെ കണ്ണ് കണ്ടല്ലോ എന്ന് പറഞ്ഞ് വളരെയധികം സന്തോഷിച്ചു. ആട്ടിടയന്മാർ വന്ന് ഈ യേശു കുഞ്ഞിനെ കണ്ട് സന്തോഷിച്ചു. കിഴക്ക് നിന്ന് ജ്ഞാനികൾ വളരെ ദൂരെ നിന്ന് നക്ഷത്രം നോക്കി സഞ്ചരിക്കുന്ന നക്ഷത്രം കണ്ടുവന്ന് യേശുവിനെ ആരാധിച്ചു. കാണേണ്ടവർക്കെല്ലാം കാണാനുള്ള കൃപ ദൈവം കൊടുത്തു. എന്നാൽ ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ കണ്ണുകൊണ്ട് കാണും, ചെവി കൊണ്ട് കേൾക്കും, ഇതൊന്നും ഗ്രഹിക്കില്ല. കാരണം ഞാൻ നിങ്ങളെ സൗഖ്യമാക്കാതിരിക്കേണ്ടതിന് നിങ്ങളുടെ ഹൃദയം തടിച്ചിരിക്കുന്നു എന്ന് യെശയ്യാവ് പറഞ്ഞത് പോലെയായി തീർന്നു. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം, യോഹന്നാൻ സ്നാപകനെ പോലെ യേശുവിനെ യഥാർത്ഥമായി കാണാനുള്ള ഒരു കണ്ണ് കർത്താവ് നമുക്ക് തന്നു, തിരിച്ചറിയുവാൻ. ആവർത്തന പുസ്തകം 29:3, കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും തിരിച്ചറിയുന്ന ഹൃദയവും ദൈവം ഇന്ന് വരെ നിങ്ങൾക്ക് തന്നിട്ടില്ല. നമുക്ക് യേശുവിനെ കാണാനും യേശുവിൻ്റെ വചനം മനസ്സിലാക്കാനും യേശുവിനെ വിശ്വസിക്കുവാനും നമുക്ക് ലഭിച്ച കൃപയാണ് ഏറ്റവും വലിയ കൃപ. അങ്ങനെ യേശുവിനെ യോഹന്നാൻ തിരിച്ചറിഞ്ഞ് പറയുന്ന വാക്കാണ് അടുത്ത വാക്യം. അവൻ്റെ നിറവിൽ നിന്ന്, 16-ാം വാക്യം, അവൻ്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നിറവിൽ നിന്ന് ഉള്ള ഒരു കവിഞ്ഞൊഴുക്കാണ് നമുക്കെല്ലാവർക്കും ലഭിച്ചത്. യേശുവിൻ്റെ നിറവ്. എഫേസ്യ ലേഖനം 1 പറയുന്നു, എല്ലാറ്റിനെയും നിറക്കുന്ന നിറവാണ് അവൻ്റെ സഭയെന്ന്. ഈ നിറവ് യേശുവിൽ നിന്ന് നമുക്ക് ലഭിച്ച നിറവാണ്. യേശുവിൻ്റെ നിറവിലാണ് ഭൂതങ്ങൾ വിട്ടുപോകുന്നത്. യേശുവിൻ്റെ നിറവിൻ്റെ ഓവർഫ്ലോയാണ് രോഗികൾ സൗഖ്യമാകുന്നത്. യേശുവിൻ്റെ നിറവിൻ്റെ കവിഞ്ഞൊഴുക്കാണ് മരിച്ചവർ ഉയർക്കുന്നത്. യേശുവിൻ്റെ നിറവിൻ്റെ കവിഞ്ഞൊഴുക്കാണ് 5 അപ്പം വർദ്ധിച്ചതുപോലെ പല വർധനവുകൾ നമ്മൾ കാണുന്നത്. ഈ നിറവിൻ്റെ പ്രത്യേകത, യേശുവിൻ്റെ നിറവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, എത്ര നിറച്ചാലും വല കീറില്ല. പത്രോസിൻ്റെ വല കീറിയില്ല, പടക് മുങ്ങിപ്പോയില്ല. വീണ്ടും അവരെ മീൻ പിടിക്കാൻ പോയപ്പോൾ 153 വലിയ മീൻ കയറിയിട്ടും വല കീറിയില്ലെന്ന്. യേശു എന്തെങ്കിലും തന്നാൽ അത് വലിയ നിറവായിരിക്കും, എന്നാൽ അത് അനുഭവിക്കാൻ കഴിയും, അത് കീറിപ്പോകില്ല. അയ്യോ പോയല്ലോ, ഒത്തിരി ഭാഗ്യം കിട്ടിയതാണ്, അത് പോയെന്ന് പറയാൻ ഒരിക്കലും അത് പോകില്ല. കർത്താവ് തന്നാൽ അമർത്തി കുലുക്കി കവിയുന്ന വലിയൊരളവായിട്ട് കർത്താവ് അത് തരാനായിട്ട് ഇടയാകും. അവൻ്റെ നിറവിൽ നിന്ന് എല്ലാവരെയും നിറക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അബ്രഹാമിനെ നിറച്ച ദൈവം. ഇസഹാക്ക് ക്ഷാമകാലത്ത് ദൈവം അവനോട് പറഞ്ഞു, ഇവിടെ വിതയ്ക്കാൻ പറഞ്ഞു. എല്ലാവരും ഇട്ടേച്ചു പോയ സ്ഥലത്ത് ഇസഹാക്ക് വിതച്ചു. ആരും വിതക്കാത്തിടത്ത്, സാധ്യതകളില്ലാത്തിടത്ത്,
ശൂന്യതയുള്ളിടത്ത് ദൈവം പറഞ്ഞു, ഞാൻ അബ്രഹാമിൻ്റെ ദൈവമാണ്, നിന്റെ പിതാവിൻ്റെ ദൈവമാണ്, നിന്റെ പിതാവിനോട് എനിക്കൊരു നിയമമുണ്ട്, നീ ഇവിടെ വിതച്ചോളാൻ പറഞ്ഞു. ഇസഹാക്ക് ആണ്ടിൽ വിതച്ചു, അവന് 100 മേനി വിളവ് കിട്ടി. അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. ഇസഹാക്കിന്റെ മോനോ യാക്കോബിനെ സ്വന്തം അമ്മായിയപ്പൻ 10 പ്രാവശ്യം കളിപ്പിച്ചു. 20 വർഷമാണ് കബളിപ്പിക്കപ്പെട്ടത്. എന്നാൽ 20ാമത്തെ വർഷം യാക്കോബ് ഒരു സ്വപ്നം കണ്ടു, വരയും മറുവും പുള്ളിയുള്ള ആടുകളെ കുറിച്ച്. ആ സ്വപ്ന നിമിത്തം ഒരു 6 മാസത്തിനുള്ളിൽ ലാബാനേക്കാളും ആ കാലത്തുള്ള എല്ലാവരേക്കാൾ മഹാനായ സമ്പന്നനായി, ധാരാളം ദാസന്മാർ ഒട്ടകങ്ങളുമുള്ള മഹാനായി യാക്കോബ് മാറി. വെറും 6 മാസം കൊണ്ട് ആ കാലഘട്ടത്തിൽ ഏറ്റവും സമ്പന്നനാക്കി മാറ്റാൻ ദൈവത്തിന് ഒരൊറ്റ സ്വപ്നം മതി. ഒരു സ്വപ്നം കൊണ്ട് അവൻ വലിയ നിറവുള്ളവനായി. അടുത്തത് ജോസഫ്. ഒരൊറ്റ സ്വപ്നം കൊണ്ട് അവൻ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു മന്ത്രിയായി മാറി. ഇങ്ങനെ പറഞ്ഞു വന്നാൽ ഈ ദൈവമാണ് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നിട്ട് 5 അപ്പ 2 മീനും വർദ്ധിപ്പിച്ച് എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ചത് 12 കൊട്ട നിറച്ചെടുത്തു എന്ന ചരിത്രം ഉണ്ടാക്കിയത്. യേശു നിറവിൻ്റെ ദൈവമാണ്. ഇന്ന് ആരെങ്കിലും ശൂന്യതകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ നിറവിൽ നിന്ന് ആ നിറവ് നമ്മുടെ മേൽ പകരാൻ കർത്താവ് വിശ്വസ്തനാണ്. അവൻ്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ഒരാളെ പോലും മാറ്റുന്നില്ല, കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ പറഞ്ഞില്ലേ? ആരും പോകരുത്, ഈ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ആ വാക്ക് വിശ്വസിച്ച് ഇരുന്ന ഒരാൾ പോലും ലജ്ജിച്ചില്ല. എല്ലാവരെയും നിറച്ചു, എല്ലാവരും നിറഞ്ഞ് കവിഞ്ഞു. ഒരാൾ പോലും ലജ്ജിച്ച് തല താഴ്ത്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ല. ഇന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ, കൃപകൾ പ്രാപിക്കാതെ ആരൊക്കെയോ ദൈവസഭകളിൽ വിഷമിച്ചിരിപ്പുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിക്കും. വലിയ വാഞ്ചയുണ്ടോ, വലിയ ദാഹമുണ്ടോ? എന്നോട് പലരും പറഞ്ഞിട്ട്, പാസ്റ്റർ എനിക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഞാൻ പറഞ്ഞു, ശരി, പ്രാർത്ഥനയ്ക്ക് ഇരിക്കും. അവർ വന്ന് വെറുതെ കണ്ണടച്ചിരിക്കും, ഒരു പ്രതികരണവും ഇല്ലാതെ വെറുതെ വന്നിരുന്നാൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയില്ല. നീ വിശ്വാസത്തിൻ്റെ ചില പ്രകടനങ്ങൾ അവിടെ കാഴ്ചവെക്കണം. വാസ്തവത്തിൽ പ്രതികരിക്കണം. ഒറ്റ വാക്ക് പറഞ്ഞാൽ പ്രതികരിക്കണം. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, ഇപ്പോൾ എൻ്റെ മേൽ അത് പകരുമെന്ന്. അവർ ആ 10 ദിവസം വളരെ പ്രതീക്ഷയോടെ, വളരെ വാഞ്ചയോടെ, വളരെ വിശ്വാസത്തോടെ, പരിശുദ്ധാത്മാവ് വന്നാൽ ചലിക്കാൻ അവർ കാത്തിരുന്നു. അതിനു മുമ്പ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ചലിക്കുന്നവരെ യേശു അല്ലാതെ വേറെ ആരെയും അവർ കണ്ടിട്ടില്ല. എന്നാൽ അവരുടെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, യേശുവിനെ പോലെ. കർത്താവെ, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ആ ഭൂതത്തെ പുറത്താക്കാൻ കഴിഞ്ഞില്ല? ഞങ്ങൾക്ക് എന്തുകൊണ്ട് ആ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല? അതിൻ്റെ അർത്ഥം അവർക്കതൊരു ആഗ്രഹമായിരുന്നു. കർത്താവ്, ഞങ്ങൾക്ക് എന്തുകൊണ്ടത് കഴിഞ്ഞില്ല? അവർക്ക് സംശയങ്ങളുണ്ടായിരുന്നു. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ, ഞങ്ങൾക്കും ഒരു വീട് വെക്കാനുള്ള പ്രാർത്ഥനാ ജീവിതം തരണേ എന്നല്ല പറഞ്ഞത്. ഞങ്ങൾക്കും വലിയ വരുമാനങ്ങൾ തരണേ എന്നല്ല, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. അവർക്ക് യേശുവിനെ പോലെ ആകാൻ, ആ വലിയ നിറവിലേക്ക് വരുവാൻ. യേശുവിൻ്റെ നിറവ് അവർ കണ്ടതാണ്. യേശുവിൽ നിന്ന് കവിഞ്ഞൊഴുകുന്ന ആ ശക്തി കവിഞ്ഞൊഴുകുന്നത് അവർ കണ്ടതാണ്. യേശു മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും അവനെ തൊടുവാൻ ശ്രമിച്ചു. തൊട്ടവർക്കെല്ലാം സൗഖ്യമുണ്ടായിരുന്നു, എല്ലാവരും. എന്നിട്ട് അവിടെ എഴുതിക്കുന്നു, തൊട്ടവർക്കല്ല. അതിൻ്റെ അർത്ഥം
ആ തൊടാനുള്ള ഒരു വ്യഗ്രത, ഒരു പരിശ്രമം, ഒരു ദാഹം. യേശു മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ ഓടിച്ചെന്ന് തൊടാൻ വേണ്ടി വളരെ ആവേശത്തോടെ അവർ നിന്നു. തൊട്ടവർക്കെല്ലാം. അതിൻ്റെ അർത്ഥം യേശു ഓടിച്ചെന്ന് ചിലരെ തൊട്ടെന്ന് അവിടെ എഴുതിയിട്ടില്ല. യേശുവിനെ ആര് തൊട്ടോ അവർക്കെല്ലാം. അത് രക്തസ്രാവക്കാരത്തിക്ക് മാത്രമല്ല, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. തൊട്ടവർക്കെല്ലാം അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. കാരണം ശക്തിയുടെ ഓവർഫ്ലോ യേശുവിൻ്റെ മേലുണ്ടായിരുന്നു. യേശു ശക്തിയുടെ ഒരു കവിഞ്ഞൊഴുക്കായിരുന്നു, സമാധാനത്തിൻ്റെ കവിഞ്ഞൊഴുക്കായിരുന്നു, സന്തോഷത്തിൻ്റെ കവിഞ്ഞൊഴുക്കായിരുന്നു, കൃപകളുടെയും വരങ്ങളുടെയും കവിഞ്ഞൊഴുക്കായിരുന്നു. അവൻ്റെ നിറവിൽ നിന്ന്. ഇന്ന് ഭൂമിയിൽ മനുഷ്യൻ എന്ത് വേണം? അതിൻ്റെ എല്ലാം ഒരു ആ അനുഗ്രഹത്തിൻ്റെ കവിഞ്ഞൊഴുക്ക് യേശുവിലുണ്ടായിരുന്നു. അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് എന്ന് നമ്മൾ വായിക്കുന്നു. യേശുവിലെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. കർത്താവിൻ്റെ ആ വലിയ നിറവിൽ കൂടുതൽ ആശ്രയിപ്പാൻ യേശുവിൻ്റെ കൈകളിൽ നമ്മെ കൊടുക്കാമോ? തക്ക സമയത്ത് നിന്നെ നിറച്ച് നിന്നെ ഉയർത്തി മാനിക്കാൻ നിറവിൻ്റെ ഉടമസ്ഥൻ ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. ഇന്ന് ആരെങ്കിലും കർത്താവേ എനിക്ക് അഭിഷേകം വേണം, നിങ്ങളിരിക്കുന്ന വീട്ടിൽ, നിങ്ങളിരിക്കുന്ന മുറിയിൽ ഇപ്പോൾ ഒന്ന് ആഗ്രഹിക്കാമോ? കർത്താവേ എന്നെ വെളിപ്പാടുകളാൽ നിറക്കണമേ. ഇവിടെ 8 മണിക്കൂർ നടക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. കുഞ്ഞുങ്ങളൊക്കെ, കൊച്ചു കുട്ടികളൊക്കെ കാണുന്ന വെളിപ്പാടുകൾ വളരെ ശ്രേഷ്ഠമാണ്. ദൈവരെ കാണിച്ചു കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് പിള്ളേരാണ് കൂടുതൽ കാണുന്നത്. കാരണം വലിയവർ അത്രയും പ്രതികരിക്കില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ നിങ്ങൾക്ക് കഴിയില്ല. ദൈവരാജ്യത്തിലെ ആ അമാനുഷികമായ കൃപകൾ അനുഭവിക്കണമെങ്കിൽ, കാണണമെങ്കിൽ തിരിയണം, മൈൻഡ് സെറ്റ് മാറ്റണം. കൃപകൾ യേശുവിൻ്റെ നിറവിലുള്ള ആ നിറവിനെ പ്രാപിക്കണമെങ്കിൽ നമ്മൾ തിരിയണം, മനസ്സ് പുതുക്കണം, രൂപാന്തരപ്പെടണം. ഏത് പ്രായത്തിലും പ്രാപിക്കാൻ കഴിയും, ഏത് പ്രായത്തിലും വിശ്വസിക്കാൻ കഴിയും. ഞാൻ ഇപ്പോഴും വലിയ ദൈവകൃപകൾ കാത്തിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ പ്രാപിക്കാത്ത കുറേ കാര്യമുണ്ട്. അതിനുവേണ്ടി ദിവസങ്ങൾ ഇരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, ആർത്തിയുള്ളവന് ദൈവം നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവമാണ്. അവൻ തൻ്റെ അടുക്കൽ വരുന്നവരെ തള്ളിക്കളയില്ല. മാത്രമല്ല, തന്നോട് രാപ്പകൽ ചോദിക്കുന്നവർക്ക് പ്രതിഫലം നന്മ കൊടുക്കാതിരിക്കുമോ? വേഗത്തിൽ കൊടുക്കും. മാത്രമല്ല, തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കുമെന്ന്. മറ്റൊരു ഭാഗത്ത് അവൻ പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത് എന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കും. അളവില്ലാതെ പരിശുദ്ധാത്മാവിനെ പകർന്നു തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ എനിക്ക് വേണ്ടി പ്രസംഗിക്കുകയാണ്. നിങ്ങൾക്കും അത് ഏറ്റെടുക്കാം. ഞാൻ ഈ പറഞ്ഞത് എനിക്ക് വേണ്ടിയാണ്. അളവ് കൂടാത്ത നിറവ് കർത്താവിനുള്ളതിൽ നിന്ന് വലിയ നിറവുകളെ ഞാൻ കാത്തിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കാത്തിരിക്കാം, യേശുവിൽ വിശ്വസിക്കാം. ഈ വലിയ അനുഗ്രഹങ്ങൾ, സൗജന്യമായ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിച്ച് സൗജന്യമായിട്ട് നമുക്ക് കൊടുക്കണം. യേശു പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ സുവിശേഷം പറയണം, പ്രസംഗിക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം, രോഗികളെ സൗഖ്യമാക്കണം, മരിച്ചവരെ ഉയർപ്പിക്കണം. എന്നിട്ട് പറയണം, സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി കൊടുപ്പീൻ. ഇതെല്ലാം സൗജന്യമാണ്. സൗജന്യമായതെല്ലാം വാങ്ങണം, എന്നിട്ട് സൗജന്യമായിട്ട് തന്നെ ഉപയോഗിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഈ വലിയ നിറവ് ഇത് കേൾക്കുന്ന എല്ലാവരുടെ മേലും വരട്ടെ. ഈ വലിയ നിറവിൻ്റെ ഉടമസ്ഥരായി ഇവർ മാറട്ടെ. അസാധാരണമായ വലിയൊരു നിറവ് ഈ വ്യക്തികൾ കാണട്ടെ. ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ നിറവിനോളം നിറഞ്ഞു വരാൻ, എല്ലാ നിറവിനോളം നിറഞ്ഞു വരാൻ ഓരോ വ്യക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ സഹായിക്കണം. ഏകാഗ്രതയോടെ ഇരുന്ന് ദൈവവചനത്തിൽ പറയുന്ന എല്ലാ കൃപകളും പ്രാപിപ്പാൻ
ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇത് കേൾക്കുന്ന പലരും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവരുണ്ട്. വെളിപ്പാടുകൾ ഇന്നുവരെ കാണാത്തവരുണ്ട്. സ്വപ്നങ്ങൾ, ദർശനങ്ങൾ ഇന്നുവരെ കാണാത്തവരുണ്ട്. പ്രവചിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. വിവിധ ഭാഷകൾ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവേ, ഇത് അവർക്ക് കൊടുക്കണമേ. മോശ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ജനം മുഴുവനും പ്രവചിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് മോശ പറഞ്ഞതുപോലെ എല്ലാവർക്കും പ്രത്യേക കൃപകൾ കൊടുക്കണം. അസാധാരണമായ ആത്മാവിൻ്റെ ഓവർഫ്ലോ, ആത്മീയ അനുഭവങ്ങൾ ജനത്തിൻ്റെ മേൽ വരട്ടെ. ആയിരങ്ങൾക്ക് ഇവരൊരു സൗഖ്യമാകട്ടെ, വിടുതലാകട്ടെ. ആയിരങ്ങളുടെ നടുവിൽ അത്ഭുതമായി ഇവരെ ഉപയോഗിക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നമുക്ക് വിശ്വസിക്കാം, സാധാരണമായിട്ട് കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. ഗോഡ് ബ്ലെസ് യു. നാളെ ഇതേ സമയത്ത് കാണാം.